ആ വീഡിയോ നിങ്ങൾ നോട്ട് ചെയ്തിരുന്നോ? ഓക്കെ, നമുക്കൊരു 2 മിനിറ്റുള്ളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 1 മിനിറ്റ്. നിങ്ങൾ ഐ ക്യാമ്പസ് വഴിയല്ലേ കയറിയത് ഈ ക്ലാസ്സിൽ? ഐ ക്യാമ്പസ് വഴിയല്ലേ കയറിയത്? ബാച്ച് നമ്പർ ബി. നിങ്ങൾ ഐ ക്യാമ്പസ് വഴിയല്ലേ കയറിയത്? ആരും ഐ ക്യാമ്പസ് വഴിയല്ലേ കയറിയത്? അല്ല സാർ, ലിങ്ക് ഇല്ലായിരുന്നു അതില്. ഐ ക്യാമ്പസ് ലിങ്ക് ഉണ്ടായിരുന്നല്ലോ, ഞാൻ ലിങ്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സാറേ ലിങ്ക് ഉണ്ടായിരുന്നു, അറ്റൻഡ് ബട്ടൺ ഉണ്ടായിരുന്നില്ല. അതെന്താ അങ്ങനെ വന്ന്? ഒരു മിനിറ്റ്. ഓക്കെ, എന്താണോ മിസ്റ്റേക്ക് പറ്റിയതാ? കുഴപ്പമില്ല. ഇനി നിങ്ങളോട് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ലാബ് ഉണ്ട്. ലാബിൽ പ്ലംബിംഗ് ടൂൾസിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. ഇറ്റ്സ് എ യൂട്യൂബ് വീഡിയോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആ യൂട്യൂബ് വീഡിയോ കണ്ട് ടൂൾസ് പഠിക്കുക. 1 മണിക്കൂർ മാത്രമേ ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളൂ. 2 മണിക്കൂർ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ 1 മണിക്കൂർ നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. 20 മിനിറ്റ് വീഡിയോ മാത്രമേ ഉള്ളൂ. അത് കണ്ട് നിങ്ങൾ ഇതുവരെ എഴുതിയ കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഇതിൽ സബ്മിറ്റ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ അറ്റൻഡൻസ് ഞാൻ നോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ മതി. എക്സാം ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് വരാത്തത്. അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് വന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ടർബൈൻ ആയിരുന്നു 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 നമ്മൾ പഠിച്ചത്? അറിയാവോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ടർബൈൻ്റെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടർബൈൻ ഏതാണെന്ന് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? സോ ഐ ആം റിവ്യൂവിങ് ദ ലാസ്റ്റ് ക്ലാസ്. ആർക്കും ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടർബൈൻ എന്ന് പറഞ്ഞാൽ ഒരു പെൽട്ടൺ ടർബൈൻ ആണ്. എ പെൽട്ടൺ ടർബൈൻ ഈസ് എ ടാൻജൻഷ്യൽ ഫ്ലോ impulse turbine which is operating at a very high speeds, very high head, low specific speed and low discharge. This is the main peculiarity of a Pelton turbine. Then the other one is that the important parts of the Pelton wheel is a runner with a bucket, shaft, nozzle with a spear arrangement and a casing. These are the various components of this Pelton wheel. Okay, this Pelton wheel is used to convert, or this turbine is used to convert hydraulic energy into mechanical energy. So this is the application of Pelton wheel. Today we are discussing about reaction turbine parts. We have mainly 2 types of reaction turbines is there. So first one is the Kaplan turbine. Sorry, first one is the Francis turbine, and the another one is the Kaplan turbine. So today we are discussing about the Francis turbine. Francis turbine.
Francis turbine is a reaction turbine. Why we can say that it's a reaction turbine? Because the energy at the inlet of the turbine is kinetic energy and potential energy. So we can say that it is a reaction turbine. So I am sharing my screen with you. All of you, please listen. Is it visible? Is it visible? Is it visible? Is it visible? Okay. Then continue with the topic, that is a Francis turbine. Initially, I am said that Francis turbine, this is a schematic diagram of a Francis turbine. The Francis turbine is a reaction turbine. So, first of all, we are concentrating type. Which type of flow will be occurring here? It is a either radial or a tangential flow. But in this case of this turbine, the modern Francis turbines are mixed flow turbines. Mixed flow turbines. That is the flow both containing the tangential flow as well as the radial flow. So we can say that it is a mixed flow turbine. It is a mixed flow turbine. But in all the Francis turbine, it's a radial flow turbine. What do you mean by radial flow turbine? All of you, please listen here. So the flow is towards the radius, That is the water coming from here, and that will entering through these blades, and that is towards the radius and escaping through the center of the runner. So that type of flow is known as the radial flow. Then what do you mean by tangential flow? When the water is hitting directly to the vein with the tangential to the runner or tangential to the bucket, then we can say that it is tangential flow. അത് നിങ്ങൾ ഒന്നുകൂടെ ഞാൻ വരച്ച് കാണിക്കാം. Assume that this is a circle. So ഈ സർക്കിളിന്റെ മേളിൽ കൂടെ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ this means that the tangent of that circle. This line indicates the tangent of that circle. Okay, this line indicates that the tangent of that circle. Similarly, in Pelton wheel, the buckets are arranged at the periphery of the runner. So the flow will be directly, or the water will be directly hitting at this bucket that is tangential to this runner. So we can say that the Pelton turbine is a tangential flow impulse turbine. Okay, but here the flow will be happen mixedly. That is both the tangential um, as well as radial. Radial means that from the inlet to exit, it will move like a radial path. Radial path. So we can say that it's a mixed flow turbine. So both the combination of both will be happened here. So this type of turbine is known as a reaction turbine, mixed flow reaction turbine. And another important point is that this is a mixed flow reaction turbine. This mixed flow reaction turbine consists of mainly three parts. One is scroll casing, then guide vanes, runner with the blades, and a shaft. Okay, these are the main components of this turbine. Another important points related to this Francis turbine is it will be operating in between the medium head, that is head in between 60 meter to 250 meter. Then the another thing is that its specific speed is medium. So you have to ensure these 2 points. That is, it is a mixed flow reaction turbine. The head is medium head and the specific speed is the medium specific speed. So after that, we are coming to the construction of this Francis turbine. The main components are, first one is the scroll casing. What do you say that a scroll casing? A scroll casing means that the diameter of the casing reduces from inlet to the exit. Then that type of arrangement is known as the scroll arrangement. So that type of casing is known as a scroll casing. Is it clear? A scroll casing, that is from the inlet to exit, the diameter is reduced. So that type of casing is known as a scroll casing. Why we are using this scroll casing here? the, the main important thing is that to maintain a constant flow of water
throughout the running period of this turbine. And that is the main purpose of we are designing this like a scroll casing. For example, ഇവിടെ നിന്ന് വരുന്ന വാട്ടർ ഇവിടെ ഒരു വെലോസിറ്റി ആയിരിക്കും കയറുന്നത്, ഇവിടെ ഒരു വെലോസിറ്റി ആയിരിക്കും കയറുന്നത്, ഇവിടെ ഒരു വെലോസിറ്റിയിലാണ് കയറുന്നത്. എല്ലാ പോയിന്റിലും ഒരേ രീതിയിൽ ഒരേ വെലോസിറ്റിയിൽ നമുക്ക് വാട്ടർ ഉള്ളിലേക്ക് കടക്കണം, റേഡിയലി ഉള്ളിലേക്ക് കടക്കണം. അങ്ങനെ കടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്ന അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് സ്ക്രോൾ കേസിംഗ്. അനദർ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് the runner with the shaft, and this is the runner with the guide vanes, not buckets. Here the runner with the vanes is here. Vanes means that it is just like a bucket, but it is a metallic structure. It's the shape of a bucket. The vanes are in the shape of a bucket, but it is a metallic surface. So here the another part is that the runner with the bucket. The center part is known as the runner with the buckets, and the another one set of vanes is at here, vanes or plates at here. So this plate is known as the guide vanes or the guide plates that will guide the water towards the entire runner with the bucket part. So at the center of this runner we are attached a shaft, and here also we are using a vertical shaft, and this is the vertical shaft. And the main use of this turbine is to produce electricity. How it will be happen? First of all, the electrical energy is converted, the hydraulic energy is converted into mechanical energy, and after that it is again converted into electrical energy. Okay, so that is the conversion of hydraulic energy to electrical energy, and these are the three various stages in the conversion of hydraulic energy to the electrical energy. Another important part is the draft tube. So here we have to use a part known as draft tube. The draft tube serves mainly two functions. The first one is that to create a pressure difference in between the center or in between the center of the turbine and the bottom or the tail race. And the another one is that to splash the water towards the tail race or to feed the water towards the tail race. These are the two main functions of this draft tube. അതായത് മറ്റൊന്നുമല്ല, ഈ സെൻട്രൽ വന്നടിയുന്ന വാട്ടറിനെ നേരെ അതിന്റെ ടെയിൽ റേസിലേക്ക് അല്ലെങ്കിൽ താഴത്തേക്ക് പിന്തള്ളുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന അറേഞ്ച്മെന്റ് പറയുന്ന പേരാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. അതിനൊരു മറ്റൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. ഇവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ പ്രഷർ എനർജി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷനും കൂടെ ഇവിടെ ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ ട്യൂബിന്റെ അടിയിലുള്ള പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും കുറവായിരിക്കും, അല്ലെങ്കിൽ ഈ ഇതിന്റെ സെന്ററിലുള്ള പ്രഷറിനെക്കാട്ടിലും കുറവായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്കൊരു പ്രഷർ എനർജി ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഇവിടെ വെയിൻസ് കൊടുക്കുന്നുണ്ടല്ലോ, അതായത് കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഈ വെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രഷർ ഡിഫറൻസിന്റെ ഭാഗമായിട്ട് ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ അതുകൊണ്ടാണ് ഇവിടെ പ്രഷർ എനർജിയും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് പറയാനുള്ള കാരണം. ദെൻ ഇതിന്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ ഇതാണ്: ഒരു റിസർവോയർ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടർ ലാർജ് പൈപ്പുകൾ വഴി, അതായത് പെൻസ്റ്റോക്ക് വഴി നേരെ ഇതിന്റെ വെയിൻസിലേക്ക് എത്തിക്കുന്നു. ആദ്യമേ ഗൈഡ് വെയിൻസിലൊക്കെ കടന്നു പോകുന്ന വാട്ടർ നേരെ എന്ത് ചെയ്യും, അടുത്തതായിട്ട് അതിന്റെ മെയിൻ ഗൈഡ് ബ്ലേഡ്സിലേക്ക് കടക്കുന്നു. സോ അങ്ങനെ ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ടർബൈൻ ഇവിടെ ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന റണ്ണർ വിത്ത് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു മെക്കാനിക്കൽ പവർ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന മെക്കാനിക്കൽ പവർ ഈ ഷാഫ്റ്റിന്റെ എൻഡിൽ ഒരു ജനറേറ്റർ കണക്ട് ചെയ്ത് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ഫ്രാൻസിസ് ടർബൈൻ. വൺസ് അഗൈൻ ഐ ആം എക്സ്പ്ലെയിനിങ് വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ഫ്രാൻസിസ് ടർബൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ദ വാട്ടർ ഫ്രം എ ലാർജ് റിസർവോയർ ഈസ് ഫീഡ് to the turbine with the help of a large diameter pipes known as the penstock pipe. So it will feed through the guide vanes, and due to the force of water, impulsive force of water, the runner with the vanes rotating in a certain speed. So the shaft attached at the center of that runner also rotates. Okay, so this shaft is connected to a generator, and that generator will produce the electricity. The remaining water is feed to the Francis turbine, feed to the draft tube, and that will lead to the bottom of the tank with the help of this draft tube. And also at the same time, the draft tube will create a pressure difference in between the center of the turbine and the bottom of the turbine. So that creates also another energy, and the name of that energy is known as the potential energy. Due to
potential energy the shaft again rotates at a constant speed. So this is the working of a Pelton turbine. ഇതാണ് Pelton turbine. Sorry, not a Pelton turbine. This is the working of a Francis turbine. ഇതാണ് അതിന്റെ എൻ്റെ വർക്കിംഗ്. ഇതിന്റെ ഫിഗർ കുറച്ച് നിങ്ങൾക്ക് ബ്ലർ ആയിട്ട് കാണുന്നുണ്ടായിരിക്കും. ഈ നോട്ട്സ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പം നിങ്ങൾക്കുള്ള അസൈൻമെന്റ് ഞാൻ പറയുകയാണ്. അസൈൻമെന്റ് നമ്പർ 1-ൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യത്തെ 1 to 10 വരെയുള്ള ആൾക്കാർക്ക് ഒരു അസൈൻമെന്റ് ആണ്. ദെൻ 11 to 20 അടുത്ത അസൈൻമെന്റ്, 20 to 30 അടുത്ത അസൈൻമെന്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിനെ റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പം 1 to 10 ആൾക്കാർ എഴുതേണ്ടത് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് എ പെൽട്ടൺ ടർബൈൻ ആണ് നിങ്ങൾ എഴുതേണ്ട